തിരുവനന്തപുരം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ആനാട് പുനലാൽ സ്വദേശി ഫാസിലത്തിന്റെ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ മരിച്ചു. ശ്വാസതടസ്സത്തിന് കുത്തിവയ്പ് എടുത്തതിന് പിന്നാലെ കുഞ്ഞ് മരിച്ചുവെന്ന പരാതിയിൽ ആനാട് പോലീസ് ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. എന്നാൽ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിക്കുകയാണ്. ശ്വാസതടസ്സവും തളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 2.5 വയസ്സുകാരിയായ ഐഷ ഫാത്തിമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ വിവിധ ആശുപത്രികളിൽ പോയ ശേഷമാണ് ഒടുവിൽ മാമൽ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെയുമായി കുടുംബം എത്തുന്നത്. ശ്വാസതടസ്സത്തിന് പ്രതിവിധിയായി ആവി പിടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചുവെന്നും ആവി പിടിച്ച ശേഷം കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമുണ്ടായി എന്നുള്ളതുമാണ് പിതാവ് പറയുന്നത്. പക്ഷേ അതിനുശേഷം തുടർച്ചയായി 2 ഇഞ്ചക്ഷനുകൾ കുഞ്ഞിനെടുത്തുവെന്നും പിന്നാലെ കുഞ്ഞ് തളർന്നു വീണെന്നും പിതാവ് ആരോപിക്കുന്നു. മാമൽ ആശുപത്രിയിൽ നിന്നും ഉണ്ടായ ചികിത്സാ പിഴവാണ് കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാകാൻ കാരണമായത് എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. മാമൽ ആശുപത്രിയിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോയി. നേരെ അരുൺ ഭാര്യ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ OPയിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോക്ക് ശ്വാസം മുട്ടൽ ഉണ്ട്, ആവി എടുക്കണം, വേറെ മരുന്നും വയ്ക്കണമെന്ന് പറഞ്ഞു. ഒരു ആവി പിടിച്ച് കുറേ നേരം ആവി പിടിച്ചതിന് ശേഷം മോള് പറഞ്ഞു മോക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു, പിന്നെ മുട്ടായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് 2 വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ആവി മാറ്റുന്നതൊക്കെ മാറ്റി നോർമലായിരിക്കുകയാണ്, കളിച്ച് ചിരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു മോളെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കൈയിൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ചീറി ഇങ്ങനെ കോണിപ്പോയിട്ട് ഞാൻ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞ് വീഴുകയാണ് ചെയ്തത്. അപ്പോഴെന്നെ അടുത്ത ഡോക്ടർമാർ ഓടി വന്നു. നെഞ്ചിൽ കുറേ പ്രാവശ്യം ഒരു 10-30 മിനിറ്റോളം CPR ECG ഒക്കെ വെച്ച് നോക്കി. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഐഷയെ പിന്നീട് നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രി മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും പിതാവ് പറയുന്നുണ്ട്. നമ്മൾ പോലും പറയാതെ ഇവർ നേരെ ആംബുലൻസിൽ കയറ്റി. നമ്മളാരെയും കയറ്റിയില്ല. ഇവർ 2 ഡോക്ടർമാർ, അരുൺ ഭാര്യ ഡോക്ടറും ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത ഡോക്ടറും ഒരു നേഴ്സും പിന്നെ ആംബുലൻസിലെ 2 സ്റ്റാഫുകളും കൂടി ചേർന്ന് നമ്മളെ കയറാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ ബഹളം വെച്ച് ഞാൻ പറഞ്ഞു എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നെയ്യാർ മെഡിസിറ്റിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയും കൂടെ കയറ്റിക്കൊണ്ട് നെയ്യാർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ, അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് ആദ്യമേ കൊണ്ടുവന്നപ്പോഴേ ഡെറ്റായിരുന്നു. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രിയുടെ വിശദീകരണം. മാമൽ ആശുപത്രിയിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട പിതാവിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. മൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.